ഭയങ്കര സങ്കടം. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഗോഡാമർ അരി വെക്കണ ഇടം അതിപ്പോൾ പൊളിക്കുകയാണ്. ഇതിപ്പോൾ എവിടെ കൊണ്ട് മാറ്റി വെക്കുന്നത്? പൊളിച്ചു, ആൾറെഡി പൊളിച്ചിട്ടുണ്ട്. പിന്നെ മഴയും പെയ്തു, മഴയും കഴിഞ്ഞു, ആ അരിയൊക്കെ വെറുതെ ആയി. ഇത് കണ്ടോ, ഞങ്ങളിവിടുത്തെ ഗോഡാമറാണ്. ഇത് പൊളിക്കുകയാണ്. കണ്ട, ലൈബ്രറി എൻ്റെ അടുത്തുള്ള ഗോഡാമർ പൊളിച്ചുകൊണ്ടിരിക്കുക. അരിച്ചാക്ക കണ്ട, മഴ പെയ്തായിരുന്നു. ഇതിപ്പോൾ പൊളിക്കാൻ പോവാണ്. ചോദിച്ചു പൊളിക്കുന്ന ടീമിനോട്, അവിടെ കുറച്ച് പേര് പൊളിക്കുന്ന ടീമിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ചില വീഡിയോ എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി പൊളിക്കാനായിട്ട്, ഞങ്ങൾ പൊളിക്കുകയാണെന്ന് പോലും. പിന്നെ അതിന് വേറെ ഗോഡൗൺ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് പോലും. ഞങ്ങളുടെ നാട്ടിൽ ലക്ഷദ്വീപിലേക്ക് എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വരുന്ന കേട്ടോ. അപ്പോൾ ഈ അരി ആയാലും പച്ചക്കറി ആയാലും സ്നാക്സ് ആയാലും എവിടത്തെ ഇവിടെ ആകെപ്പാടെ മീനും തെങ്ങും തേങ്ങയും ആണ് മെയിൻ. ഒക്കെ ബാക്കി എല്ലാ സാധനങ്ങൾ, ഡ്രസ്സ് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. വീടുണ്ടാക്കാനുള്ള സിമെൻറ്റ് അങ്ങനെ കണ്ട എല്ലാവരും. അപ്പോൾ ഈ അരി വെക്കാനുള്ള ഈ ഒരു ഗോഡാമർ നശിച്ചു കഴിഞ്ഞാൽ വേറെ ഇത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത്ര നല്ലത്. ഈ ഒരു ഗോഡാമർ പകരം വേറൊരു ഗോഡാമർ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വേറെ ഗോഡാമർ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. നല്ലൊരു ഗോഡാമർ വേറെ ഉള്ളതായിട്ട് അറിയത്തില്ല. പിന്നെ വീട്ടിലെവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുത്ത് ചിലപ്പോൾ അവിടെ വെക്കുമായിരിക്കാം. പടച്ചോനറിയാം സത്യാവസ്ഥ എന്തെന്നുള്ളത്. പിന്നെ നല്ലപോലെ സേഫായിട്ട് വെക്കണ്ടേ, അരി ചീത്താൻ പറ്റുമോ? ഇപ്പം ആ ഗോഡാമറിൻ്റെ മുകളിലത്തെ റൂഫ് പോയി, മഴ പെയ്യുന്നുണ്ടായിരുന്നു അവിടെ. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം മഴ പെയ്ത് മഴയത്ത് കുതിർന്ന് നശിക്കും ഉറപ്പാണ്. അങ്ങനെ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, ദ്വീപുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും. പിന്നെ ഇതിലൊന്നും ഞാനൊരു ഹാപ്പിയല്ല. ഇതിൽ ഞാൻ ഹാപ്പിയല്ല. എന്നെപ്പോലെയുള്ള ഒരുപാട് ദ്വീപുകാരുണ്ട്.